എൻ.എം. വിജയന്റെ മരുമകൾ പത്മജ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. പത്മജയെ ബത്തേരി വിനായക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പോലീസ് എത്തി മൊഴിയെടുത്തിട്ടുണ്ട്. സാനിയോ മനോമി വിവരങ്ങളുമായി. സാനിയോ, ഇപ്പോൾ പത്മജയുടെ ആത്മഹത്യാ ശ്രമം ഈ ബുള്ളറ്റിന്റെ തുടക്കത്തിൽ നമ്മൾ കൊടുത്താണ്. ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണല്ലോ, എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത്? സ്മൃതി, ഞാൻ ഇവിടെ തന്നെയുണ്ട്, അതായത് ആശുപത്രിയിലുണ്ട്. അവരുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമല്ലെന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത്. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. കൈഞ്ഞരമ്പിനാണ് മുറിവേറ്റിരിക്കുന്നത്. അത് സ്റ്റിച്ചിടാൻ പറ്റാത്ത ഭാഗത്താണ് എന്നാണ് ഡോക്ടർമാരുടെ സംശയം. അതുകൊണ്ട് തന്നെ ഓർത്തോ വിഭാഗത്തിൽ ചികിത്സയിലാണ് അവരിപ്പോൾ ഉള്ളത്. വലിയ പ്രശ്നങ്ങളില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ആത്മഹത്യാ കുറിപ്പ് കൂടി അതിൽ വന്നിരിക്കുന്നു. ഒറ്റ വരി ആത്മഹത്യാ കുറിപ്പാണ്. കൊലയാളി കോൺഗ്രസേ നിനക്കിതാ ഒരു ഇര കൂടി എന്ന് എഴുതിയിരിക്കുന്ന ഒരു കത്തും ഒപ്പും. ഇത് അവരെ തൊട്ടടുത്ത് നിന്നും ഈ കടലാസ് കിട്ടുകയായിരുന്നു. അതെ, കിട്ടുക. അങ്ങനെയാണ് അവരുടെ മകൻ പറഞ്ഞത്. അവരുടെ മകന്റെ കൈവശമാണ് കിട്ടിയിരിക്കുന്നത്. ചെറിയ മകനാണ്. കൊലയാളി കോൺഗ്രസ് നിനക്കിതാ മറ്റൊരു ഇര കൂടി എന്ന് കാണിക്കുന്ന തരത്തിൽ ആ ഒരൊറ്റ വരി മാത്രമാണ് ആത്മഹത്യാക്കുറിപ്പ് എന്ന് പറയപ്പെടുന്ന കുറിപ്പിൽ എഴുതിയിരിക്കുന്നത്. അത് അല്പസമയത്തിനകം തന്നെ പോലീസിന് കൈമാറും. കാരണം നേരത്തെ പോലീസ് വന്നപ്പോൾ ആ ഒരു ഭയാശങ്കയിൽ അവർ കൊടുക്കാൻ മറന്നുപോയതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്പസമയത്തിനകം പോലീസ് അത് കസ്റ്റഡിയിൽ എടുക്കുമെന്ന് പോലീസും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ അവരുടെ ആരോഗ്യസ്ഥിതിക്ക് പ്രശ്നമില്ല. ഇന്ന് രാവിലെയാണ് പത്മജ നമ്മളോടടക്കം കോഫി വിത്ത് അരുണിൽ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത്, കോൺഗ്രസ് ഞങ്ങളുടെ കൂടി മരണം കണ്ടാൽ മാത്രമേ ഞങ്ങൾക്ക് നീതി കിട്ടൂ എന്നുണ്ടോ എന്നുള്ളതടക്കം കാര്യം അവർ ചോദിച്ചിരുന്നു. മാത്രമല്ല, ഒരു തരത്തിലുള്ള നീതിയും കോൺഗ്രസ് തന്നില്ല എന്നവർ ആരോപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നേതാക്കന്മാർ വിളിച്ചാൽ ഫോൺ എടുക്കാറില്ല, വലിയ ദുരിതത്തിലാണെന്ന് അടക്കം അവർ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ്